ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഓട്ടടയാണ് കേട്ടോ. ചെറിയ ജീരകമൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റിൽ ഓട്ടടയാണ് ട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു. പിന്നെ നമ്മൾ ഉച്ചക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാണ് കേട്ടോ. ചോറും കറിയൊക്കെ റെഡിയാക്കാന്ന് വിചാരിച്ചു. വേഗം ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഉച്ചക്കുള്ള ഭക്ഷണമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതാക്കണം, ഞങ്ങൾ ഇറച്ചി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മള് ബീഫ് വാങ്ങാൻ പോയപ്പോ അത് കഴിഞ്ഞിട്ടുണ്ട്, ബീഫൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാക്കണം, ഇങ്ങനെ എല്ലാം കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ക്യാബേജ് ഉപ്പേരിയും വെക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ അതാണ് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതാക്കണ് എല്ലാവരും അടുക്കളയിൽ തന്നെയാണ് കേട്ടോ. ഇന്ന് ഇതാക്കണ് തണുത്ത വെള്ളം വേണം പറഞ്ഞിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പൊ ഞാനിപ്പോ ഒരു വെള്ളം കൊടുക്കാണ്. അപ്പൊ അങ്ങനെ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ വേഗം പണി ഒരുക്കാന്ന് വിചാരിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടോ. ഭക്ഷണം ഉണ്ടാക്കണ പരിപാടി തന്നെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി അടിച്ചലും തുടക്കലും അങ്ങനത്തെ പരിപാടിയൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ വേഗം ചോറും കറിയും റെഡിയാക്കാണ് കേട്ടോ. ഇപ്പൊ ചൂടുകാലം ആയതുകൊണ്ട് ഫുള്ള് തണുത്ത വെള്ളമാണ് കേട്ടോ. എല്ലാവർക്കും തണുത്ത വെള്ളമാണ് വേണ്ടത്. എപ്പോഴും തണുത്ത വെള്ളം കുടിക്കുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പൊ ഇതാക്കണ തണുത്ത വെള്ളമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടോ. ഇത് പിന്നെ ബാർലിയാണ് കേട്ടോ. എല്ലാവർക്കും അറിയാമെന്നറിയില്ല, ബാർലി വെള്ളമാണ് കേട്ടോ. അത് ഉണ്ടാക്കി വെക്കലുണ്ട്. ചെറിയ മധുരമൊക്കെ ഇട്ടുകൊണ്ട് ഏലക്കായ ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ അത് ഉണ്ടാക്കി വെച്ചാൽ അങ്ങനെ കുടിച്ചോളും. അപ്പൊ ഇതാക്കണ നമുക്ക് ഇനി ഈ ബീഫ് വെക്കാം കേട്ടോ, ഇറച്ചി വെക്കാം. അതിന്റെ ഇടയിൽ ഇതാക്കണ ഉമ്മ അരി കഴുകിയിരുന്നുണ്ട് കേട്ടോ. ചോറിന് വേണ്ടിയിട്ടുള്ള അരി കഴുകിയിരുന്നുണ്ട്. എന്നാ പിന്നെ അടുപ്പത്തിട്ടാലേ ചോറ് വേഗം വന്നോളും എന്ന് വിചാരിച്ചിട്ട് അരി കഴുകി വെക്കുന്നുണ്ട്. ഇന്ന് ഞങ്ങള് ഇറച്ചിക്കറിയും അതുപോലെ തന്നെ കാബേജ് ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പാട്ടൊക്കെ പാടും, പാട്ട് പാടി കൊടുത്താ ഇന്നിപ്പോ നമ്മള് വേഗം പണി ഒരുക്കണം. എന്താ വെച്ചാൽ ഇന്ന് കുറെ തയ്ക്കാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ വേഗം പണികളൊക്കെ ഒരുങ്ങി കഴിഞ്ഞാൽ പിന്നെ തയ്ക്കാൻ ഇരിക്കാന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ വേഗം ഭക്ഷണം റെഡിയാക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വേഗം പണികൾ ഒരുക്കുന്നത്. ഇനി കുറെ തയ്ക്കാൻ കിട്ടിയിട്ടുണ്ട്, കുറെ ഷേപ്പ് ആക്കാനാണ് കൂടുതലായിട്ടുള്ളത്. അപ്പൊ അതൊക്കെ വേഗം ഷേപ്പ് ആക്കി കൊടുക്കാണ്ട്. അപ്പൊ ഈ പണികളൊക്കെ വേഗം ഒരുക്കിയിട്ട് അത് നമുക്ക് ഇരിക്കാനാണ് കേട്ടോ. അടുക്കളയിൽ ഇപ്പൊ നമ്മൾ എന്ത് പണി എടുക്കുകയാണെങ്കിലും മെയിൻ ആയിട്ടുള്ള പണി എന്ന് പറയുന്നത് പാത്രം കഴുകലാണ് കേട്ടോ. നമ്മൾ എന്ത് പണി എടുക്കുകയാണെങ്കിലും അതിന് ലാസ്റ്റ് നമുക്ക് വരുമ്പോൾ പാത്രങ്ങളാണ് കേട്ടോ കഴുകാണ്ടാവുക. അതാക്കണം ഇപ്പൊ കുറെ പാത്രങ്ങൾ ഇവിടെ തരുന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കഴുകി വെക്കാണ് കേട്ടോ. അപ്പൊ ഇനി ഞങ്ങള് ബീഫ് ഉണ്ടാക്കാണ് കേട്ടോ, ഇറച്ചി ഉണ്ടാക്കാണ്. ഇതിപ്പോ കറി വെച്ചാലും കൂടുതൽ എല്ലാം ഇക്കാരം വെണ്ണലാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. വെണ്ണല് എന്ന് പറയുന്നത് ഫുള്ള് എല്ലാം ഇരിക്കുമല്ലോ. അപ്പൊ അതാണ് കേട്ടോ. ഈ കുക്കർ പിന്നെ ആരും നോക്കണ്ട, കുക്കർ ഫുള്ള് നമ്മൾ അടുപ്പത്താണ് കേട്ടോ വെക്കാറുള്ളത്. അപ്പൊ അടുപ്പത്ത് വെച്ച് 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 പഴയ കുക്കർ ആയിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ ഇതിലാണ് കേട്ടോ ഇപ്പൊ നമ്മൾ വെക്കണത്. അതാ എല്ലാ മസാലകളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് കുക്കറിൽ അടുപ്പത്തല്ല ഗ്യാസ്മലാണ് കേട്ടോ വെക്കുന്നത്. ഇതിപ്പോ ഞങ്ങൾ വെക്കണത് പണ്ടത്തെ അമ്മമാരൊക്കെ വെക്കൂലേ, അതേമാതിരി എല്ലാ മസാലകളും ഇട്ടുങ്ങാണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും ഇതൊക്കെ ചതച്ചതൊക്കെ ഇട്ടുങ്ങാണ്ട് ഒക്കെപ്പാടെ മിക്സ് ആക്കിങ്ങാണ്ട് അങ്ങനെയാണ് ഇട്ട് വെക്കുന്നത്. അങ്ങനെ ഒക്കെപ്പാടെ ഇതാക്കിങ്ങാണ്ട് കുഴച്ച് ഇതാക്കിങ്ങാണ്ടാട്ടോ വെക്കണത്. അങ്ങനെ വെക്കണത് എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെയായിട്ട് വെക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ കഴിക്കാൻ. പണ്ടത്തെ വല്യമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ അങ്ങനെ കേട്ടോ ഈ ഉണ്ടാക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ കഴിക്കാൻ. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഒന്ന് ഉള്ളി അരിഞ്ഞിട്ട് കണ്ട് തോമിച്ചെടുക്കും, അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ മസാലയൊക്കെ കൂട്ടി ഞങ്ങൾ അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ബീഫ് കറി കുറച്ച് കഴിയുമ്പോഴത്തേനും ബീഫ് കറി റെഡിയാവും. നല്ല ടേസ്റ്റുള്ള ബീഫ് കറിയാണ് കേട്ടോ. പിന്നെ ഇതാക്കണം ഇന്നലത്തെ സാമ്പാറും ഉണ്ട് കേട്ടോ. സാമ്പാർ വേണ്ടവർക്ക് സാമ്പാറും ഉണ്ട്, ബീഫും ഉണ്ട്. അങ്ങനെ ഇതാക്കണ് ഞങ്ങളെ കറികളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാക്കണ് ഇറച്ചി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാക്കണേ ഇമ്മ ഇറച്ചിയൊക്കെ അടുപ്പത്ത് വെച്ചുകൊണ്ട് ബാർലി വെള്ളം കുടിക്കാണ് കേട്ടോ. ഇത് നമ്മൾ ബാർലി വാങ്ങിങ്ങാണ്ട് കഴുകി വെയിലത്തിട്ട് ഉണക്കിങ്ങാണ്ട് മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ച് കൊടുത്തിട്ടുള്ള പൊടിയാണ് കേട്ടോ. ഇത് പിന്നെ നമ്മള് പഞ്ചസാര ഏലക്കായ ഒക്കെ ഇട്ടുങ്ങാണ്ട് വെള്ളം തിളപ്പിച്ചുകൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. ഇപ്പൊ ചൂടൊക്കെ അല്ലേ, അപ്പൊ ചൂടിന് വളരെ നല്ലതാണ് കേട്ടോ. നല്ല തണുപ്പാണ് നമ്മുടെ ശരീരത്തിന്. അങ്ങനെ അതാ അക്കുനൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മെയിൻ കുട്ടികളും എല്ലാവരും കുടിക്കുന്നുണ്ട്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ടിട്ട് നല്ലതാണ്, വളരെ നല്ലതാണ്. പക്ഷെ അതിന് വേറെ ഒരു പ്രത്യേക ഒരു ചോയാണ്, എല്ലാവർക്കും പറ്റുമെന്നും അറിയില്ല. പക്ഷെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന്, നല്ലതാണ്. അങ്ങനെ ഞങ്ങള് ബാർലി വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ എമ്മതാക്കണ് കുടിക്കാൻ പോവുകയാണ്. പിന്നെ ഇനി ഞങ്ങള് ഇതാക്കണ് കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ വിസിലടിച്ചിട്ടുണ്ട്, ഓരോരോ വിസില് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ അടുക്കളപ്പണികൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മൾ ചോറ് അടുപ്പത്തുണ്ട്, ചോറ് കാണിച്ചു അതാക്കണ ചോറ് തിളച്ചും കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വേവാനായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുപ്പത്തായതുകൊണ്ട് അടുപ്പത്ത് കടന്ന് അങ്ങനെ വെന്തോളും. അപ്പൊ അങ്ങനെ നമ്മളെ ചോറും കറിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ തുമിച്ച് വെച്ചാല് ചോറും കറിയൊക്കെ റെഡിയായി. അങ്ങനെ നമ്മളെ അടുക്കളപ്പണികൾ ഒരുവിധം കഴിഞ്ഞു കേട്ടോ.
ഇനി ഞാൻ അടിക്കാനുള്ളത് എടുക്കാണ് കേട്ടോ, തയ്ക്കാനുള്ളത് എടുത്തുകൊണ്ട് തയ്ക്കട്ടെ. അപ്പൊ ഇനി തയ്ക്കാനുള്ളത് എന്തൊക്കെയാ കാണിച്ചു തരാം കേട്ടോ. കൂടുതലായിട്ട് നമുക്കിന്ന് ചുരിദാറുകൾ ഷെയ്പ്പാക്കാൻ, പിന്നെ കൈ വെട്ടി മടക്കി അടിക്കാൻ, ഇതൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതാക്കണത് ഇപ്പൊ ഒരു ചുരിദാറാണ് കേട്ടോ, ഒരു ബ്ലൂ കളറുള്ള ചുരിദാറാണ്. പിന്നെ അങ്ങനെ 2-3-4 ചുരിദാറുകൾ ഉണ്ട് കേട്ടോ, റെഡിമെയ്ഡ് ടോപ്പുകളാണ് വന്നിട്ടുള്ളത്. ഇതിന് ഷെയ്പ്പാക്കുക, പിന്നെ കൈ വെട്ടി കൊടുക്കുക, അങ്ങനെയൊക്കെ കഴുത്ത് ശരിയാക്കുക, അങ്ങനെയൊക്കെയുള്ള പണികളാണ് കേട്ടോ എന്നുള്ളത്. പക്ഷെ കുറെ ഉണ്ട്, 6 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ശരിയാക്കട്ടെ. നല്ല ഭംഗിയുള്ളൊരു കളർ കേട്ടോ. പിന്നെ ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഇതാ അതുപോലുള്ളൊരു മെറൂൺ കളറുമാണ് കേട്ടോ ചെയ്യാനുള്ളത്. അപ്പൊ ഇനി ഇതൊക്കെ ഷേപ്പാക്കട്ടെ. ഞാനിതൊക്കെ തയ്ക്കാറുള്ളതിന്റെ ഉഷാ ജാനമിന്റെ മെഷീനിലാണ് കേട്ടോ ചെയ്യാറുള്ളത്. ഭയങ്കര എളുപ്പാട്ടോ, എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ ഈ മെഷീന്, ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ ഇതുമ്പോൾ തന്നെയാണ് കേട്ടോ എല്ലാതും തയ്ക്കാറുള്ളത്. പിന്നെ ആർക്കെങ്കിലും ഇതുപോലെ നമ്മളെ മെഷീനെ പറ്റി അറിയണോ, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ, അതുപോലെ എങ്ങനെ മെഷീൻ തയ്ക്കണം എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ, കമൻറ്റ് അയച്ചാൽ മതി. ഞാൻ എങ്ങനെയാണെന്ന് എനിക്ക് അറിയണ പോലെ പറഞ്ഞുതരാം കേട്ടോ. എനിക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഏകദേശം അറിയാം. ഞാൻ ഇതുമ്പോൾ തന്നെയാണ് ഇപ്പോൾ എല്ലാതും ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാനിപ്പോൾ ആ ടോപ്പുകളൊക്കെ അളവെടുത്തുകൊണ്ട് ഷേപ്പ് ചെയ്തുകൊണ്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഷേപ്പ് ചെയ്ത് ഓരോന്നും ഷേപ്പിനനുസരിച്ചാണ് ഇപ്പോൾ ഈ അടിച്ചു കൊടുക്കുന്നത്. ചിലതിൻ്റെ കൈ നമ്മൾ കൂടി മടക്കി കൊടുക്കാനുണ്ട്, ചിലത് നമുക്ക് കൈ ഒന്ന് വെട്ടി കളയാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഓരോന്നും ഷേപ്പിനനുസരിച്ചാണ് കട്ട് ചെയ്യുന്നത്. ഇത് പലതും പല ആളുകൾക്കുള്ളതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ആ കിട്ടിയതൊക്കെ തയ്ച്ച് കഴിഞ്ഞു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോൾ താക്കണ് പിന്നെയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെയാണ്, ഇത് ഒരു ആലിയ കട്ട് ടോപ്പ് തയ്ക്കാനാണ് കേട്ടോ. പിന്നെ ഇതാക്കണ് വേറൊരു ഇതും കൂടി കിട്ടിയിട്ടുണ്ട്, ഒരു മിഡിയും കൂടി കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഷോർട്ടായിട്ടുള്ളൊരു ടോപ്പാക്കിയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഞാൻ ആലിയ കട്ടിലാണ് തയ്ച്ചെടുക്കുന്നത്. ഇതിപ്പോ ഒരു മിഡിയാണ് കേട്ടോ, ഒരു കുട്ടിന്റെ മിഡിയാണ്, ചെറിയ മിഡിയാണ് കേട്ടോ, നീളത്തിനുള്ള ബനിയന്റെ ടൈപ്പാണ് കേട്ടോ അത് വരുന്നത്. അപ്പൊ അത് അവർക്ക് ഒരു ഷോർട്ടായിട്ടുള്ളൊരു ടോപ്പാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നമ്മൾ ജീൻസ് ഒക്കെ കിട്ടുന്ന ഒരു ടോപ്പാക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് ഒരു ടോപ്പാക്കണത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ അങ്ങനെയാണ് ഇപ്പം ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ വീഡിയോസ് ആണ് കേട്ടോ ഇപ്പം എടുക്കുന്നത്, അതുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോസ്. പിന്നെ ഇതാക്കുന്നത് ഒരു മാക്സിയാണ് കേട്ടോ, അതും തയ്ക്കാനുള്ളതാണ്. അപ്പൊ ഇനി ഫുള്ള് തയ്ക്കണ വീഡിയോസ് എല്ലാം തയ്ക്കാനിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ഈ മീഡി നമുക്ക് തയ്ച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇതുപോലുള്ളൊരു ഷോർട്ട് ആയിട്ടുള്ളൊരു ടോപ്പ് ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ തയ്ച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.